ഇത് നമുക്ക് ഇരിക്കണം ചേട്ടാ, നമ്മൾ തമ്മിൽ ഇരിക്കുമ്പോൾ അത് അല്ലെ ഈ ഇതിലെ മൂച്ചിലങ്ങനെ ഇരുന്നോ? അല്ല നമ്മൾ എനിക്ക് നീണ്ടു പോകല്ല, നമുക്ക് നാളെ മറ്റന്നാളെ ഇരിക്കണം, എപ്പോഴും കിട്ടുള്ളൂ. ഞാൻ വീട്ടിലേക്ക് വരാം. എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞിട്ട് വലിയ പാടല്ലോ. അല്ല എന്റെ ഒരു ടാഗ് ലൈൻ, എന്റെ ഒരു പ്രോഗ്രാം സിനിമയല്ല ജീവിതം എന്നും പറഞ്ഞു. അത് ഞാൻ ഇങ്ങനെ നീണ്ട കഥ, നമ്മൾ ഇന്റർവ്യൂ അല്ല, ഇങ്ങനെ സംസാരിച്ച് പോകുന്ന ഒരു സാധനമാണ്. ഞാൻ ടി ജി രവിയുടെ ഒരു ഇന്റർവ്യൂ എടുത്തപ്പം ചേട്ടനെ കുറിച്ച് കുറെ കാര്യം എന്നോട് പറഞ്ഞിട്ടുണ്ട്. ടി ജി രവിയുടെ ഒരു ഇന്റർവ്യൂ എടുത്തത് അത് ഞങ്ങള് അരമണിക്കൂറൊന്ന് പോയി ഇരുന്ന ആ സാധനം ഞങ്ങൾ 3.5 മണിക്കൂർ എടുത്തു വീട്ടിൽ പോയിരുന്നു. കണ്ടു തോന്നുന്നു ഞങ്ങൾ ഇങ്ങനെ ഇരുന്ന്. എന്റെ ആ ടാഗ് ലൈനാണ് സിനിമയല്ല ജീവിതം, അങ്ങനെ പറഞ്ഞു പോകുന്ന ഒരു പ്രോഗ്രാമാണ്. നമുക്കിത് എനിക്ക് സിനിമയാണ് ജീവിതം, പക്ഷെ പറയുന്നത് സിനിമയല്ല ജീവിതം. രണ്ട് രീതിയാണ്, പെർസ്പെക്റ്റീവാണ്. എന്റെ ജീവിതം സിനിമയാണ്, എന്റെ ജീവിതം. എന്നിപ്പോ ഞാനിവിടെ ഇരിക്കുന്ന ആരാണ്? ലാലു ഒരു മൂവി ആക്ടർ. തീർച്ചയായിട്ടും. അന്നേരം ആ സിനിമയാണ് എനിക്കെല്ലാം. അതിലേക്ക് നമുക്ക് പോകണം, നമുക്ക് വൈകാതെ എടുക്കണം, പിന്നെ മറന്നു പോകും ചേട്ടാ. അതൊക്കെ ഇപ്പൊ തന്നെ ഇഷ്ടം പോലെ കിട്ടിയില്ല. ഇനി അല്ല അതല്ല, നമുക്ക് എന്തോരം പറയാണ്ട് ചേട്ടന്, ഓരോ കഥകൾ വരുന്തോറും നമുക്ക് ഇങ്ങനെ അല്ലേ, എന്നിട്ട് എന്തോരം പറയാനുണ്ടാ പറഞ്ഞുകൊണ്ടിരിക്കണേൽ എവിടെന്നെങ്കിലും എന്തെങ്കിലും ഒരു പാടിച്ചു അത് ഞാൻ പിടിക്കില്ല. ഞാനത് ടൈപ്പ് ചെയ്തിട്ട് ഞാൻ വേറെ കാര്യങ്ങൾ ചെയ്യും ചേട്ടാ. ഞാൻ ആ സാധനം എടുത്തിട്ട് അപ്പ് ചെയ്യുന്നതിന് മുമ്പ് ചേട്ടൻ അയച്ചു തരും. ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. അല്ല ഞാൻ സീരിയസ്ലി പറയണം, അപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഇങ്ങനത്തെ ലോങ് ഇന്റർവ്യൂ അയച്ചു കൊടുക്കും. എന്നിട്ട് കാണാൻ പറയും, കണ്ടിട്ട് അതിൽ എന്തെങ്കിലും മാറ്റണം എന്നുണ്ടെങ്കിൽ ഞാൻ മാറ്റി കൊടുക്കും. ഇതാണ് ഞാൻ ചെയ്യുന്നത്. ലോങ് ഇന്റർവ്യൂ ചെയ്യുന്നത് അങ്ങനെയാണ്. സിനിമയുടെ ഇന്റർവ്യൂ അങ്ങനെയല്ല ചെയ്യണം. എന്തായാലും ഇപ്പൊ ഞാൻ കുറെ നേരം പറഞ്ഞു, അല്ല അതിലേക്ക് പോവാണ്. അപ്പം ഇതില് ചീഫ് എഡിറ്റർ ആയിട്ട് ജോലി ചെയ്യുന്നു, ഒരു മാഗസിന്റെ എഡിറ്റർ ആയിട്ടാണ് ജോലി ചെയ്യുന്നതാണ് ഞാൻ അറിഞ്ഞത്. ആ വേഷം ചേട്ടൻ പറഞ്ഞ പോലെ എന്നാൽ കഴിയുന്ന രീതിക്ക് ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ പ്രേക്ഷകരാണ് തീരുമാനിക്കേണ്ടത്. ഇനി പ്രേക്ഷകരാണ് വിധി എഴുതേണ്ടത് എന്ന കാര്യത്തിൽ സംശയമില്ല. മീര നമ്മൾ 2 പ്രാവശ്യം തിരിച്ചു വരവ് എന്ന സമയത്തിൽ ഇന്റർവ്യൂ ചെയ്തിട്ട് ഇപ്പോഴാണ് കാണുന്നത്. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഫോണിൽ ബന്ധപ്പെട്ടിട്ടുണ്ട്, സീരിയലിലൊക്കെ അഭിനയിക്കാൻ പോയപ്പോഴും ഞാൻ വിളിച്ചിട്ടുണ്ട്. ഒത്തിരി സന്തോഷം. അന്ന് കണ്ട അതിൽ നിന്നും ഒത്തിരി മാറി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഒന്നും കൂടെ വേറൊരു രീതിക്ക് ഗെറ്റപ്പിലാണ് ഇപ്പം മീരാമ്മയുടെ ഉള്ളത്. ഒത്തിരി സന്തോഷം. എക്സ്പീരിയൻസ് നമ്മൾ കേട്ടല്ലോ, അതുപോലെ യാത്ര ചെയ്ത ജീവിത കഥകളുള്ള വ്യക്തി തന്നെയാണ്. ഇപ്പോൾ ഒത്തിരി മാറ്റങ്ങൾ മലയാള സിനിമയ്ക്ക് സംഭവിച്ചിട്ടുണ്ട് അല്ലെ, അന്ന് വന്ന പോലെയല്ല മലയാള സിനിമകൾ. ഇതിലെ ക്യാരക്ടർ എന്താണ്, എങ്ങനെയാണ് ഈ സിനിമയിലേക്ക് എത്തുന്നത്? ഇതില് മുഖ്യ വേഷം எனக்கு தெரிஞ்ச வரைக்கும் இந்த கேரக்டர் ஒரு സ്ട്രോങ് ഒപ്പീനിയൻസ് ഉള്ള ക്യാരക്ടറാണ്. പിന്നെ സാറും അവർ ചില കാര്യങ്ങൾ പറഞ്ഞല്ലോ, അവർ എൻജോയിങ് സോളിറ്റ്യൂഡ്, ഹി എൻജോയ്സ് ഹിസ് സോളിറ്റ്യൂഡ്. ഒരുപാട് പേർക്ക് ഒറ്റപ്പെട്ടു പോയാൽ അവർക്ക് സഹിക്കാൻ പറ്റില്ല. പക്ഷെ അവരുടെ ക്യാരക്ടർ പടത്തിലും അവരുടെ ഈവൻ ആസ് ഹീ ഈസ് എക്സ്പ്രസിങ് ഹിംസെൽഫ് പടത്തിൽ പോലും അതുപോലത്തെ ഒരു ക്യാരക്ടറാണ്. രണ്ടുപേരും ഭയങ്കര സ്ട്രോങ്ലി ഒപ്പീനിയനേറ്റഡ് ക്യാരക്ടേഴ്സ് ആണ്. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം അവർ തമ്മിൽ പേഴ്സണലി അവർ ചേർന്നിട്ടില്ലെങ്കിലും പക്ഷെ പ്രൊഫഷണലി ദേ ഹാവ് ലോട്ട് ഓഫ് റെസ്പെക്ട് ഫോർ ഈച്ച് അതർ. ഒരുപാട് റെസ്പെക്ട് ഉള്ളവരാണ്. അത് തന്നെയാണ് പിന്നീടും പോയിട്ട് അവരെ ഒരുമിച്ച് ചേർക്കുന്നത് അല്ലേ. ദേ ഹാവ് ദ സെയിം വിഷൻ, സെയിം ഫോക്കസ്. ഒരു സ്ഥലത്തില് നമ്മള് എക്സ്പെക്ട് ചെയ്യുന്നത് മാൻ ഹാസ് ടു ക്യാരി ദി എൻറ്റയർ ബേർഡൻ. പക്ഷെ ചില സമയം ആ ബേർഡൻ പിക്കപ്പ് ചെയ്ത് തളർന്നു പോകും. അപ്പൊ അങ്ങനെ തളർന്നു പോകുന്ന ഒരു സമയത്തിലാണ് ദ വൈഫ് ഓർ ദ ബെറ്റർ ഹാഫ് ഓർ ദ സ്പൗസ് ഹാസ് ടു കം ആൻഡ് ഹെൽപ്പ് ടു ക്യാരി ദാറ്റ് ഓർ ടേക്ക് ദ സപ്പോർട്ട് ഓൾസോ. ചില സമയം എ വുമൻ ഓൾസോ ഹാസ് ടു ടേക്ക് ദാറ്റ് ആൻഡ് ക്യാരി ഓർ ഷീ ഹാസ് ടു സപ്പോർട്ട്. എങ്ങനെ തോളോട് ചേർത്തിട്ട് നമ്മൾ വി ഹാവ് ടു ഗോ അലോങ് ടുഗെദർ ആസ് ഫ്രണ്ട്സ്. സംടൈംസ് നമ്മൾ ഈ തിങ്സ് നമ്മൾ ഈ സൈഡിൽ ഒതുക്കിയിട്ട് ഈ ലോങ് ടേം ഫോക്കസ് ആക്കി വെച്ചിട്ട് വി ഹാവ് ടു ഗിവ് മോർ ഇമ്പോർട്ടൻസ്. ഈ റിലേഷൻഷിപ്പിന് നമ്മൾ ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ചെറിയ ചെറിയ പിണക്കങ്ങൾ സൈഡിൽ മാറ്റി വെച്ചിട്ട് നമ്മളത് മുന്നോട്ട് കൊണ്ടുപോകണം. സോ ഇമ്പം അതുപോലത്തെ ഒരു ബ്യൂട്ടിഫുൾ കോൺസെപ്റ്റ് ആണ്. നമ്മുടെ വ്യക്തമായ പേഴ്സണൽ മിസ്അണ്ടർസ്റ്റാൻഡിങ്സ്, ഡിസഗ്രിമെന്റ് ഒക്കെ ഒന്ന് സൈഡിലാക്കിയിട്ട് മെയിൻ തിങ്സിൽ ടു ദ ബിഗ് വിഷൻ ഓഫ് ലൈഫിൽ നമ്മൾ ഒരുമിച്ച് ചേർന്ന് പോകണം. അതാണ് അതിൻ്റെ ഒരു ബ്യൂട്ടിഫുൾ കോൺസെപ്റ്റ്. അതെനിക്ക് ഭയങ്കര ഞാൻ ഇഷ്ടപ്പെട്ടു. എനിക്കതിൽ ഐ ഗോട്ട് ടു വാച്ച് ഹിസ് പെർഫോമൻസ്. ഞങ്ങൾ ആക്ച്വലി ഒരു ആഡിലായിരുന്നു ഒരുമിച്ച് ഇതിനു മുൻപ് വർക്ക് ചെയ്തത്. തന്മാത്ര കഴിഞ്ഞ ശേഷം ഞങ്ങൾ ഒരു ആഡ് ചെയ്തു ഒരുമിച്ച്. അപ്പൊ അതിൽ അഭിനയിക്കാൻ ഒരുപാടില്ല അല്ലേ. അപ്പോൾ ഇപ്പോഴാണ് എനിക്ക് ആ ഒരു വളരെ what do you say ബ്യൂട്ടിഫുൾ ഓപ്പർച്യൂണിറ്റി എനിക്ക് കിട്ടിയത് അവരോട് ഒരു ഫ്രെയിമിൽ അഭിനയിക്കാനുള്ളത്. ആൻഡ്
എനിക്ക് മലയാളം മാത്രം അറിയില്ല. ഇപ്പോ കുറച്ച് പ്രോഗ്രസ് ചെയ്തിട്ടുണ്ട്, ഒരു അതെ, 20% ഒത്തിരി പ്രോഗ്രസ് ആയിട്ടുണ്ട്. ആയാലും പക്ഷെ നമ്മള് ഇതുപോലെ ലെജൻഡറി ആക്ടേഴ്സ് കൂടെ നമ്മൾ പെർഫോം ചെയ്യുന്ന സമയത്തല്ല നമുക്ക് എപ്പോഴും ഒരു ചെറിയ കുട്ടികൾക്ക് എക്സാം എഴുതാൻ പോകുന്ന ഒരു ചെറിയ നെർവസ്നെസ് ഉണ്ടാവല്ലോ, അതുപോലെ എപ്പോഴും ഉണ്ടാവും. വി ആർ ഓൾവേസ് വറീഡ്. നമ്മൾ കാരണം ഇതുപോലെ ഒരു പ്രൊഫഷണൽക്ക്, ഒരു ടെക്നീഷ്യൻക്ക് എന്താ പറയാം, ഡിസ്കംഫേർട്ട് ആവാൻ പാടില്ല ഒരു വിധത്തിലും. നമ്മൾ കാരണം ഒരു എക്സ്ട്രാ ടേക്ക്, നമ്മൾ കാരണം എന്ത് വിധത്തിലും ഒരു ഡിസ്കംഫേർട്ടേ വരാൻ പാടില്ല. സോ ഇറ്റ് ഈസ് മൈ റെസ്പോൺസിബിലിറ്റി ടു നോട്ട് ഓൺലി ഡു മൈ ജോബ് ബട്ട് ഓൾസോ മേക്ക് ഹിം ഫീൽ that I'm not stupid. That I'm not stupid, right? That I'm also little bit of a good technician. And അത് കാണിക്കാനുള്ള ഒരു ചാൻസുമാണ്. To show that, see, I can do a little bit and I hope that you like. ഞാൻ ചെയ്ത ആ വർക്ക് നിങ്ങൾ ഇഷ്ടപ്പെട്ടു ആൻഡ് കാണുന്നവരും അത് ഇഷ്ടപ്പെടും. ബിക്കോസ് അങ്ങനെയാണ് കെമിസ്ട്രി വരുന്നത്. ഇപ്പൊ ഞങ്ങൾ തമ്മിൽ ആ കെമിസ്ട്രി വന്നാലേ ആ കെമിസ്ട്രി അവിടെ പോയിട്ട് ഓഡിയൻസ് കാണും, എന്നാലേ അത് കൺവിൻസിങ് ആവും, എന്നാലേ അവർക്ക് അതോടെ ഒരു അറ്റാച്ച്മെന്റ് തോന്നും. അപ്പൊ ആ ഇമ്പം തന്നെ അവിടെയും ക്യാരി ഓവർ ആയി പോണം. അങ്ങനെ ഞങ്ങളുടെ ആ ഒന്നിച്ചുള്ള ആ കോമ്പിനേഷനിലുള്ള ഒരു ഇമ്പം ഉണ്ടായി. ഇമ്പമായിരുന്നു. We enjoyed that. നല്ല ബ്യൂട്ടിഫുൾ സീൻ ആയിരുന്നല്ലേ, നല്ല സീനുകളിലായിരുന്നു. ഇഷാദ് എങ്ങനെയാണ് ഈ സിനിമയിലേക്ക് എത്തുന്നത്? ഈ പേര് ഭയങ്കര പേരാണ് കേട്ടോ. നമുക്ക് ആ പേര് അതുപോലെ നിലനിർത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ സിനിമ തിയേറ്ററിൽ ഇമ്പമാടും. ശ്രീജിത്ത് എന്ന് പറയുന്ന സംവിധായകനാണ് എന്നൊന്ന് കാണണമെന്ന് പറഞ്ഞിട്ട് എന്നോട്. അപ്പൊ ഈ നേരത്തെ ലാൽചേട്ടൻ പറഞ്ഞ പോലുള്ള, ലാൽചേട്ടനെ ഫിക്സ് ആണ്. എന്നോടൊരു ക്യാരക്ടറുണ്ട്, ലാൽചേട്ടനാണ് ഇത് ലീഡ് ചെയ്യുന്നത്, ദീപക് ഉണ്ട്, ഇങ്ങനൊരു ക്യാരക്ടർ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് വരികയാണ്, എന്നെ കാണാൻ വരികയാണ്. അപ്പൊ എനിക്ക് സ്ക്രിപ്റ്റിനേക്കാളും ഒക്കെ ഇഷ്ടമാവുന്നത് അയാൾ സിനിമയെ സമീപിക്കുന്ന രീതിയാണ്. അല്ലേ ലാൽചേട്ടാ? അയാൾ സിനിമ ഭയങ്കര അംബീഷൻ. അപ്പോൾ മലപ്പുറം മഞ്ചേരി ആണ്ടാണ് വീട്. ഒരു സിനിമ ഭയങ്കര പാഷനായിട്ടുള്ള ഒരാളാണ്. ഞാനിത് ഭയങ്കര വലിയ സംഭവം എന്നല്ല ഈ സിനിമ കൈകാര്യം ചെയ്യുന്ന വിഷയം, പക്ഷെ അയാൾ ചെയ്യാൻ പോകുന്ന സിനിമയെ കുറിച്ച് നല്ല വിഷൻ ഉണ്ടായിരുന്നു. അപ്പൊ എനിക്കാണെങ്കിൽ ആ ക്യാരക്ടർ ഭയങ്കര എനിക്ക് കൊതി ഉണ്ടാക്കുന്ന ഒരു പ്രേംരാജ് എന്നാണ് ഈ ക്യാരക്ടറിന്റെ പേര്. ഇപ്പൊ മിരച്ചിച്ച് മറ്റേ ലാൽചേട്ടനൊക്കെ പറയുന്ന പോലെ, മേടൊക്കെ പറഞ്ഞ പോലത്തുള്ള ഒരു കാര്യമുണ്ട്, ഇവരെ ഒന്നിപ്പിക്കാൻ കാരണക്കാരൻ ഞാനാണ്. ഞാനിവരുടെ എന്താണെന്നുള്ളതിനെ കുറിച്ചിട്ട് വേറെ കാര്യമില്ല, പക്ഷെ ഇവർക്ക് ഒന്നിക്കാൻ ഒരു പൊതുശത്രു ഉണ്ടായത് കൊണ്ടാണ് ഒന്നിക്കേണ്ടി വന്നത്. അപ്പൊ ഒത്തിരി നെഗറ്റീവ് ടച്ചുള്ള ഒരു ക്യാരക്ടറാണ്. ഒരു യൂത്ത് വിങ്, ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ്, ഈ ഒരു യൂത്ത് വിങ് നേതാവാണ്. എനിക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ചെയ്യാൻ പറ്റിയ ഒരു ക്യാരക്ടറാണ്. ഭയങ്കര ഇഷ്ടം തോന്നിയ ഒരു ക്യാരക്ടറാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ലാൽചേട്ടനായിട്ട് ഞാൻ 1-2 സിനിമകളിൽ ചെറിയ ഒരു സീൻ 2 സീനൊക്കെ ചെയ്തു വെച്ചതല്ലാതെ ഒരു മുഴുനീള വേഷം ചെയ്യാൻ ലാൽചേട്ടൻ്റെ അടുത്തൊക്കെ വെല്ലുവിളിക്കുന്ന രീതിയിലുള്ള നിങ്ങളെ ഞാൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഭയങ്കര ഒരു ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പൊ ഭയങ്കര സുഖം ഉണ്ടായിരുന്നു. കാരണം നമ്മളൊക്കെ കൊതിയോടെ കണ്ടിരുന്ന മനുഷ്യന്മാരാണ്. അപ്പൊ അദ്ദേഹമൊക്കെ ചെയ്തു വെച്ച പാതയത്തിലെ വേഷങ്ങളും മറ്റൊക്കെ ഒരുപാട് ക്യാരക്ടേഴ്സ് നമ്മൾ എപ്പോഴും ഓർക്കുന്നത്. അപ്പൊ ആ മനുഷ്യന്റെ കൂടെ സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റുക, ഒരുപാട് ഓപ്പോസിറ്റ് നിൽക്കുക, ത്രൂ ഔട്ട് വേഷം ചെയ്യാന്നൊക്കെ പറയുന്നത് ഭയങ്കര കൊതിയുണ്ട് ആ സമയത്ത്. പിന്നെ ലാൽചേട്ടൻ കാണുമ്പോഴുള്ള ഇതുള്ളൂ ഭയങ്കര കുഴപ്പക്കാരെന്നൊക്കെ പറയും, പക്ഷെ വളരെ കുട്ടികളുടെ ഹാൻഡിൽ വിത്ത് കെയർ ലാൽചേട്ടൻ അതൊക്കെ വിളിച്ച അപ്പലിയും മനസ്സ് പെട്ടെന്ന് അലിയല്ലേ. അത് നമ്മളിങ്ങനെ മൂടോട്ടൊക്കെ ഇവിടെ എന്തെങ്കിലുമൊക്കെ തമാശ അങ്ങനെ വെറുതെ ഒരു തമാശ ഒക്കെ പറഞ്ഞിങ്ങനെ അടുത്തെത്തിക്കഴിഞ്ഞാൽ അതുവരെ അങ്ങനെ ചോദിച്ചിട്ട് അപ്പൊ നമുക്ക് ആ നമ്പറുകളൊക്കെ ഉണ്ട്. നമ്മളിങ്ങനെ പെട്ടെന്ന് കയ്യിലെടുക്കാനുള്ള സാധനങ്ങളൊക്കെ ഉള്ള എനിക്ക് ഭയങ്കര സുഖം ഉണ്ടായിരുന്നു ചെയ്യാൻ. എനിക്ക് ഒരു സമയത്ത് പോലും അയ്യോ ഈ മനുഷ്യൻ എന്താണ് ഈ കാണിക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു എന്നോട് താരതമ്യം ഞാൻ അദ്ദേഹത്തിനൊക്കെ നോക്കുമ്പോൾ ഞാൻ വലിയ നടനുമല്ല, അല്ലെങ്കിൽ അധികം സീനിയോറിറ്റി ഇല്ല. അപ്പൊ നമുക്ക് എത്ര കംഫർട്ടാക്കാൻ പറ്റുന്നു അത്ര രീതിയിൽ ആ സീനുകളൊക്കെ എങ്ങനെ കയറി മോനെ അതങ്ങനെ അല്ലടാ ഒന്നും കൂടി നല്ല രീതിയിൽ ചെയ്യടാ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നമ്മൾ ഭയങ്കര സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു മനുഷ്യനാണ് ലാൽചേട്ടൻ അല്ലേ? ഇർഷാദിനെ ഫസ്റ്റ് മീറ്റിംഗ് മുതലേ ഞങ്ങൾ തമ്മിൽ ഒരു മനസ്സിനൊരു സുഖ. VK പടത്തിലല്ലേ നമ്മള് തൃശ്ശൂർ വെച്ച്
ഇവരെയും വേറെ ഒരു പേരിട്ടിട്ടുണ്ട്. അതെന്താ? അത് പറയാൻ പറ്റില്ല. ഞാൻ തലക്കെട്ട് കൊടുക്കില്ല. അത് പിന്നെ അല്ലല്ല, തലക്കെട്ടിന്റെ അല്ല, അത് വേറൊരു കാര്യം ഞാൻ പിന്നെ പറയാം. അതവിടെ രസമായിട്ട് പറയും. പബ്ലിക്കിലില്ല, എന്റെ അടുത്ത് പറയും. പറയാം, എന്റെ അടുത്ത് പറയും, പബ്ലിക്കിന് പറയില്ല. പക്ഷെ ആ ഒരു നല്ല പേരാന്ന് എനിക്ക് ഞങ്ങൾ തോന്നുന്നു. തമ്മിൽ പിന്നെ ഈ സീനില് അല്ല, ഈ സിനിമയിൽ കോമ്പിനേഷൻ സീനുകളൊന്നുമില്ല. അല്ല, ഈ പറഞ്ഞതുപോലെ നല്ലൊരു സിനിമയുടെ ഭാഗമാണ് അത്. ലാൽചേട്ടന്റെ ഒരു കൂടെ എന്നുള്ള കഥാപാത്രം അതൊരു വലിയ അനുഗ്രഹം തന്നെയാണ്. കഥാപാത്രം ഞാൻ പറയില്ല, മമ്മൂക്കയുടെ കൂടെ ലാലേട്ടന്റെ കൂടെ സ്ക്രീൻ ഷെയർ ചെയ്യുന്ന അതേ സുഖവും അതേ സന്തോഷവും ഉണ്ടായിരുന്നു ലാലേട്ടന്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ. സത്യമായിട്ട്, ടു ബി ഹോണസ്റ്റ്, ഞാൻ സത്യം തരും ഒരു സുഖം. ഞാൻ ഭയങ്കര സത്യമായിട്ട് പറഞ്ഞു. സൂചിപ്പിച്ചിട്ട് എനിക്കൊന്നും കിട്ടാറില്ല. അല്ല, ഞാനത് ആ സുഖം എന്ന് പറഞ്ഞത് പോസിറ്റീവായിട്ട് പറഞ്ഞു. അതെ, പോസിറ്റീവായിട്ട് തന്നെ പറഞ്ഞ. പിന്നെ ഒത്തിരി സിനിമകൾ കണ്ടിട്ടില്ലേ ലാൽചേട്ടന്റെ? ഒത്തിരി സിനിമകളൊക്കെ കണ്ടിട്ടില്ല ആ സമയങ്ങളിലൊക്കെ? മലയാള സിനിമയിൽ വരുന്ന സമയത്ത് ഞാൻ ആക്ച്വലി മലയാളി അല്ല. അല്ല, ആ സമയത്ത് മലയാള സിനിമകൾ കണ്ടിട്ടില്ലേ? നമ്മൾ മലയാള സിനിമയിൽ അഭിനയിക്കുന്ന സമയങ്ങളിലൊക്കെ അങ്ങനെയൊന്നും കൂടുതൽ കണ്ടിട്ടില്ല. I'll be very honest, no. ഒന്നും കൂടുതൽ കണ്ടിട്ടില്ല എന്നുള്ളത് നമുക്ക്. പക്ഷെ എനിക്ക് അറിയാം who are the greats. ഇപ്പൊ ഈ മീര ലൊക്കേഷനില് ഫസ്റ്റ് ഡേ ഷൂട്ടിങ്ങിന് വന്നു ഞങ്ങളുടെ പടത്തില്. നമ്മുടെ ഇമ്പം എന്ന് പറയുന്ന സിനിമയുടെ ഫസ്റ്റ് ഡേ ഷൂട്ടിങ് വന്നു. മീരയാണെന്നൊക്കെ എനിക്കറിയാം, എന്നോട് പറഞ്ഞിരുന്ന ഡയറക്ടർ പറഞ്ഞു. ആ ക്യാരക്ടർ നമുക്ക് മീര വാസുദേവൻ. ഓക്കെ. അന്നേരം ഞാൻ മീര വന്നു. മീര അപ്പുറം ഇരിപ്പുണ്ട്, എന്നെ വിഷ് ചെയ്തു, ഞാനും വിഷ് ചെയ്തു. അത് കഴിഞ്ഞ് ഇച്ചിരി എപ്പോഴും ഒരു എന്താ പറഞ്ഞ, ചുമ്മാ അങ്ങനെ ഇരിക്കുന്ന ഞങ്ങൾക്ക് രണ്ടുപേർക്കോ അല്ലെ ഞങ്ങൾ ആരൊക്കെയോ ഇങ്ങനെ വേറെ ഷോട്ട് എടുക്കുമ്പോഴോ അല്ലെ വേറെ എന്തോ ഇരിക്കുന്ന സമയത്ത് ഞാൻ ചുമ്മാ ഇങ്ങനെ ഇരുന്നു. ഇത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു, ഒന്നും മിണ്ടാതടിക്കുയിലേ കണ്ണനുണ്ണി ഉറങ്ങണം. എന്നതിൽ മീര എന്നെ നോക്കി, ഞാൻ നോക്കി. ഫസ്റ്റ് മനസ്സിലായില്ലേ? മനസ്സിലായി. ആ സീനൊക്കെ എന്നതാ അല്ലേ, അവർ തമ്മിലുള്ള ആ സിനിമ പിന്നെ ഭയങ്കരല്ലേ, ഹൃദയസ്പർശിയായിട്ടുള്ള ഒരു സോങ് അല്ലേ അത് ഓർത്ത് വെച്ച് ആ സമയത്ത് പാടിയതുകൊണ്ടാണ്. അന്നേരം ഞാൻ പറയാം, ഇപ്പൊ ഓർത്തപ്പോ അതങ്ങ് പറയായില്ലേ. അന്നേരം ഓരോരുത്തരും നമ്മൾ അങ്ങനെ ഓരോ മനസ്സിൽ. ഇപ്പം കമൽ ഹാസൻ എന്ന് പറയുന്ന പ്രതിഭ, അതല്ല ഉലക നായകൻ. എനിക്ക് ഏറ്റവും വലിയ പല പടങ്ങളും ഒന്നും ഞാൻ മിസ് ചെയ്യില്ലല്ലോ. മദ്രാസിലായിരുന്ന കാലത്തും ഇപ്പോഴും ഒന്നും മിസ് ചെയ്യല്ല. ഒരു സിനിമയും ഞാൻ മിസ് ചെയ്യില്ല. ലേറ്റസ്റ്റ് ആയിട്ടുള്ള എല്ലാ സിനിമയും ഞാൻ കണ്ടു കഴിഞ്ഞു. എനിക്ക് പടം ഉണ്ടോ, ഞാൻ ഷൂട്ടിങ്ങിന് പോകണ്ടോ എന്നുള്ളതല്ല വിഷയം. എല്ലാ സിനിമയും ഞാൻ കണ്ടോണ്ട് തന്നെ ഇരിക്കണം. മനസ്സിലായില്ല? അന്നേരത്തേനും ഇതിന്റെ അകത്ത് നിങ്ങളൊരു ഷൂട്ട് എനിക്ക് പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇനി ഒരു ഇൻസിഡന്റ് ഞാൻ പറയാം. നിങ്ങൾ നായകൻ എന്ന് പറഞ്ഞ സിനിമ കാണണേ, ഇനി വീണ്ടും കാണണം. നായകൻ എന്ന് പറഞ്ഞ സിനിമ കണ്ട് ഇതെല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ വെടിയേറ്റ് മകളങ്ങ് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ മോളിൽ നിന്ന് ഇദ്ദേഹം എന്ന് പറഞ്ഞൊരു എക്സ്പ്രഷൻ ഉണ്ട്, ഒന്ന് കണ്ടു നോക്കണം. പിന്നെ അതുപോലെ അങ്ങനെ ഓരോന്നാ നമ്മൾ ഓർക്കണേ എന്ന് പറയുന്ന പോലെ നമ്മള് എന്റെ മനസ്സിലെ സ്പർശിച്ചിട്ടുള്ള സീനുകളിൽ ഒന്നാണ് ഈ പറയുന്ന ആ സിനിമയിലെ ഈ പറയുന്ന ഈ ഇൻസിഡന്റുകൾ. അത് ഓർത്തിരിക്കുക എന്ന് പറഞ്ഞാൽ ഓർത്തിരിക്കുക എന്ന് പറയുന്നത് നമ്മൾ കാണുമ്പോഴാണ്. ഇപ്പൊ ഇർഷാദിനെ ഞാൻ ഈ അടുത്ത കാലത്ത്, ഞാനത് പേര് മറന്നുപോയി, ഇർഷാദിനെ ഞാൻ വിളിക്കണം വെച്ചാൽ ഞാൻ വിട്ടുപോയി. ഇർഷാദിന് ഈ അടുത്ത കാലത്ത് ഒരു നല്ല വേഷം ഞാൻ കണ്ടു. അന്നേരം എനിക്ക് സന്തോഷം തോന്നി. അതുപോലെ തന്നെ പുതിയ സിനിമകളിലും പുതിയ പിള്ളേരും ഞാൻ ഇന്നുവരെ കാണാത്ത എത്രയോ ആക്ടേഴ്സും എത്രയോ നടന്മാരും നടികളും പുതിയതായിട്ട് വന്ന് ഒരു സീന് 3 സീനിലൊക്കെ സ്കോർ ചെയ്തെന്ന് ഇവരൊക്കെ ഒന്ന് കാണുമെന്ന് വിഷ് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഞാൻ ഇന്ന സിനിമ കണ്ടു, നിങ്ങളുടെ വർക്ക് നല്ലതാണ് എന്ന് പറയും. എത്ര നടന്മാരാണ്, എത്ര നടിമാരാണ് അതില് ത്രൂട്ട് വന്നേക്കണവര്. ഓഫ് കോഴ്സ്. അതല്ലാതെ ഒരു സീനിൽ വന്നിട്ട് ഞെട്ടിച്ചു കളഞ്ഞു പോകുന്ന ഒത്തിരി പേരുണ്ട്. കൃത്യമാണ്, ഒത്തിരി പേരുണ്ട് അങ്ങനത്തെ. ഇപ്പൊ അതാണ് ഈ പുതിയ തലമുറയോടുള്ള എന്റെ ഏറ്റവും വലിയ ബഹുമാനം. അതാണ് പുതിയ തലമുറയിലെ ഡയറക്ടേഴ്സും റൈറ്റേഴ്സും പ്രൊഡ്യൂസേഴ്സിനോടും ഉള്ള ഏറ്റവും വലിയ. അതൊക്കെ അവരെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇവരൊക്കെ ഏതായാലും ഇവരാരും ഇത്രയും നല്ല ബെസ്റ്റ് പെർഫോമൻസ് വെക്കണമെങ്കിൽ അങ്ങനെ പെട്ടെന്ന് വീട്ടിൽ നിന്ന് വിളിച്ചു വരുത്തിയേക്കണമെന്നല്ല. വർഷങ്ങളായ സ്റ്റേജിലൂടെ അല്ലെങ്കിൽ സ്റ്റേജ് പെർഫോമൻസിലൂടെ അല്ലെങ്കിൽ എന്താ പറയുക ഓരോരോ കാര്യങ്ങളിലൂടെ ഇവര് വായിച്ച് പഠിച്ച് അല്ലെങ്കിൽ ഇങ്ങനെ അതുപോലെ ത്യാഗം അനുഭവിച്ച് വേദന അനുഭവിച്ച് വിഷമം അനുഭവിച്ചിട്ട് ഇപ്പൊ ഇവർക്ക് ഒരു ചാൻസ് കിട്ടിയേക്കണമെന്ന് അവരെ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. എന്നാലും അവർ സ്കോർ ചെയ്യുക. അന്നേരം അങ്ങനെയുള്ളവരെ തേടിയെടുത്ത് അവസരങ്ങൾ കൊടുക്കുന്ന ആ ഡയറക്ടേഴ്സും ആ റൈറ്റേഴ്സും ആ പ്രൊഡ്യൂസർ ആ ക്രൂവിനെയാണ് എനിക്ക് എപ്പോഴും ബഹുമാനം തോന്നുന്നത്. കാരണം
അത്രയ്ക്ക് നല്ല പെർഫോമൻസ് ആണ് പലരുടെയും വന്നേക്കണത്. ഇപ്പൊ അത് പേരെടുത്ത് പറയണമെങ്കിൽ നമ്മൾ ഇനി ഇരിക്കണം. വീണ്ടും ഞാൻ ആ സിനിമ കാണുമ്പോൾ ഞാൻ പറയാം ദൈവൻ. എന്നാൽ ഇപ്പൊ എന്നോട് ചില ഡയറക്ടേഴ്സ് എനിക്ക് വന്ന് എന്നോട് കഥയൊക്കെ പറയുമ്പോൾ ഇന്ന റോൾ നമ്മൾ ഇന്ന ആളാ ചെയ്യണം, അല്ലെ ഇന്ന ആക്ട്രസ് ആണ്, അല്ലെ ഇന്ന ആക്ടറാണ് എന്നോട് പറയും. പേര് എന്നാലും ഞാൻ ഇന്ന പടത്തിലുണ്ടായിരുന്നു, ഞാൻ പറഞ്ഞ ഫോട്ടോ ഒന്ന് കാണിക്കാം. ഉടനെ അവര് മൊബൈലിൽ യെസ് ഹി ഈസ് ഗുഡ്, അല്ലെ ഇവിടെ പിടിക്കുക. എല്ലാരും പേരോർത്തിരിക്കില്ല. ആ കഥാപാത്രങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാവും. ആ കഥാപാത്രങ്ങൾ മനസ്സിലുണ്ടാവും. കോമഡി സെൻസ് ഉണ്ട് മുകേഷ് പറഞ്ഞത്, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. നടന്മാരും നടികളും തമ്മിൽ കൂട്ടിയിടിച്ച് 3-4 പേര് ഇപ്പൊ മരിച്ചുപോയെന്ന് ഈ അടുത്ത കാലത്ത്. അത് ഏത് രീതിക്കുള്ള കോമഡി? അതായത് അത്രയും നടന്മാരും നടികളും ഇവിടെ ഉണ്ട്. കേട്ടിട്ടില്ലേ? പറഞ്ഞേക്കണല്ലേ? അല്ല, ഓർത്തിരുന്ന ഒരു സീൻ പറഞ്ഞത് ഓർക്കുന്നില്ലേ? പാട്ടുപാടി കേൾപ്പിച്ചില്ലേ? അത് ഓർത്ത് വെച്ചിരിക്കുകയാണ്. മീര മേഡത്തിനെ കാണുമ്പോഴാണ് ഓർമ്മയിൽ വന്നതെന്നുള്ളത്. See, the best thing about great people is അവർ ഭയങ്കര സിമ്പിൾ ആണ്. എസെൻഷ്യലി അവർ ഭയങ്കര സിമ്പിൾ ആണ്. അതാണ് ഞങ്ങൾക്ക് ഇത്ര ഈസി ആയിട്ട് അവരെ കയ്യിൽ കിട്ടാത്തത്. ബിക്കോസ് ദേ ലൈക്ക് ദ സിമ്പിൾ ലൈഫ്. അവർക്ക് വെറുതെ ഈ കോംപ്ലെക്സിറ്റീസിൽ ഒരു എൻജോയ്മെന്റ് ഇല്ല. ആൻഡ് ദാറ്റ് ഇസ് സംതിങ് ഡെഫിനറ്റ്ലി ടു വാച്ച് ആൻഡ് ലേൺ. അത് all the great actors. I have been very fortunate and ഒരുപാട് നല്ല ടെക്നീഷ്യൻസ്, ഒരുപാട് നല്ല ഗ്രേറ്റ് ആർട്ടിസ്റ്റിനോട് അഭിനയിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഫ്രം ബോംബെ ടു തമിഴ് ടു തെലുഗു, എല്ലാത്തിലും, മലയാളത്തിലും ഫൈനലി. അത് ഈ കണ്ട സെയിം ക്വാളിറ്റി ആണ് എല്ലാവരിലും. ദ ഗ്രേറ്റർ ദേ ആർ, ദ സിംപ്ലർ ദേ ആർ, ദ മോർ ഹംബ്ലർ ദേ ആർ. സോ നമുക്ക് അവരെ കാണുമ്പോൾ വി ഡോണ്ട് ഹാവ് ടു സ്പീക്ക് എനിത്തിങ്. വി ഹാവ് ടു സ്റ്റേ ക്വയറ്റ്. നമ്മൾ வாய மூடிட்டு இருக்கணும் நாம. ஏன்னா அவங்க பேசுறதுக்கு நிறைய இருக்கு, அது கேட்கணும். அது கேட்டாதான் நாம பெட்டர் டெக்னீஷியன்ஸ் ஆகலாம். അല്ല, എനിക്ക് തമിഴ് വന്നു. പക്ഷെ ലാൽച്ചേട്ടൻ ഒത്തിരി തമിഴ് പറയുമല്ലോ. ചെന്നൈയിലുള്ള ജീവിതമല്ലേ? എന്താ പറയണത്? അവിടെ പോയി അങ്ങേ പോയി ഒരു പാക്കറ്റ് സിഗരറ്റ് വാങ്ങി ഇങ്ങേ വാ. ചെന്നൈയിൽ അത്ര നാളെ ജീവിച്ചിട്ടാ. ബാക്കിന്റെ ഓട്ടർ സൈഡ് ഇറങ്ങിയിട്ടൊക്കെ ഉണ്ട്. പക്ഷെ തമിഴ് സിനിമ എനിക്ക് ഭയങ്കര, തമിഴ് സിനിമകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് പറഞ്ഞ ഡയലോഗാണ്, അങ്ങ പോയി സിഗരറ്റ് വാങ്ങി ഇങ്ങ വാ. ഈ പറഞ്ഞതുപോലെ ഇപ്പൊ മലയാള സിനിമയിലേക്ക് തിരിച്ച് വീണ്ടും വരികയാണ് അല്ലേ? ഒന്ന് വന്ന് പിന്നെ ഇടയ്ക്ക് വെച്ച് സിനിമകൾ ഇല്ലാതെയായി, വീണ്ടും സിനിമയിലേക്ക് ആക്റ്റീവാണ്. സിനിമയിലേക്ക് സജീവമാകുമല്ലേ? മലയാള സിനിമയല്ലേ നമുക്ക്? ഡെഫിനറ്റ്ലി. താമസിക്കുന്നതൊക്കെ കേരളയിൽ തന്നെയാണ്, കൊച്ചിയിലാണ് താമസിക്കുന്നത്. എന്റെ കേരളം ശരിക്കും പറഞ്ഞ എന്റെ മോനും പഠിക്കുന്നത് ഇവിടെ തന്നെയാണ്, കേരളയില്. പിന്നെ മാമ്പ്ര സാറിന്റെ സെക്കൻഡ് പടമാണ് ഇത്. ആക്ച്വലി ഇതാണ് ആദ്യം വർക്ക് കംപ്ലീറ്റ് ചെയ്തത്. അത് കഴിഞ്ഞിട്ടാണ് കിർക്ക് എന്ന് പറഞ്ഞ പടം ചെയ്തത്. അത് ഓൾറെഡി റിലീസായി, നന്നായി ചെയ്തിട്ടുണ്ട്. സോ പോകുന്നുണ്ട്, ഗോയിങ് ഓൺ. പക്ഷെ ചെയ്യുന്ന ഏഷ്യാനെറ്റിന്റെ ചെയ്യുന്ന ആ ഷോ ആണ് ഒരുപാട് കൂടുതൽ മൈലേജ് കിട്ടിയത്. അതാണ് അത്. പിന്നെ അങ്ങനെ ഒരു ഫീലിംഗ് വീണ്ടും മീര എന്നൊരു ആക്ടർ ഇവിടെ ഉണ്ട് എന്ന് അറിയിച്ചത് ആ സീരിയലിലാണ്. ഒരു മാറ്റമില്ല. അതിന് കിട്ടിയ ആ മൈലേജ് ആണ് ഇറ്റ്സ് മോർ പ്രോമിനന്റ്. പിന്നെ അതുപോലെ മലയാള സിനിമകൾ വരട്ടെ അല്ലെ? തീർച്ചയായിട്ടും മലയാള സിനിമയ്ക്ക് ഒരു നല്ല പ്രൊഡ്യൂസറും കൂടിയാണ് അല്ലെ? പിന്നെ അതാണ് തുടക്കത്തിൽ പറഞ്ഞത്. ഞാൻ അദ്ദേഹത്തിന്റെ ഒരു സിനിമ ഞാൻ ശരിക്കും പ്രൊമോട്ട് ചെയ്ത സിനിമയാണ്. അദ്ദേഹം ഇന്ന് അന്നേ തന്നെ കെട്ടിപ്പിടിച്ചു. ആരുമില്ലാത്തപ്പോൾ എന്റെ കൂടെ നിന്ന വ്യക്തിയാണ് ഹൈദരലി എന്നോട് ഇന്ന് പറഞ്ഞ ആരാണ്. ആ സിനിമ റിലീസ് ചെയ്തപ്പോൾ ഞാൻ ഒത്തിരി ഹെൽപ്പ് ചെയ്ത് കൊടുത്താണ് അദ്ദേഹത്തിന്. നല്ല പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞാൽ കൃത്യമായാണ്. നമ്മുടെ പേയ്മെന്റിന്റെ കാര്യത്തിലൊക്കെ നമ്മൾ അത് പറയാതിരിക്കാൻ പറ്റില്ല. നമ്മളെ ഷൂട്ട് കഴിയുന്നു, കൃത്യമായിട്ടത് അക്കൗണ്ടിൽ വന്നിരിക്കും. അതിന് കൃത്യമായ പുള്ളി മെസ്സേജ് അയച്ചിരിക്കും, ആ സ്ക്രീൻഷോട്ട് അയച്ചു. അങ്ങനെ വളരെ എന്തുകൊണ്ടും നല്ല പ്രൊഡ്യൂസറാണ്. തീർച്ചയായിട്ടും എന്തുകൊണ്ടും നല്ല പ്രൊഡ്യൂസർ, നല്ല സിനിമ, ഈ സിനിമ തിയേറ്ററിലേക്ക് എത്തുകയാണ്. സിനിമയെ കുറിച്ച് നല്ല ധാരണയുള്ള ഒരാൾ, നല്ല ധാരണ ഉള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ സിനിമ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് വെക്കുകയാണ്. ലാലു അലക്സ് ചേട്ടനൊക്കെ വളരെ പ്രതീക്ഷയോട് കൂടിയാണ് ഇന്ന് ഈ ഇന്റർവ്യൂവിൽ ഇരിക്കുന്നത്. അത് സിനിമയെ ഇഷ്ടപ്പെടുന്നു, ഇവരെല്ലാം ഇഷ്ടപ്പെടുന്നു. അപ്പൊ സിനിമയെ ഇഷ്ടപ്പെടുന്നവർ തിയേറ്ററിൽ പോയി തന്നെ കാണണം. നിങ്ങൾ പോയി സിനിമ കണ്ടതിന് ശേഷം മാത്രം നിങ്ങളുടെ അഭിപ്രായം പറയാം. സിനിമ കാണാതെ ഒരു സിനിമയെ കൊല്ലരുത്. സിനിമ നല്ലതാണെങ്കിൽ നല്ലതാണെന്ന് പറയാനുള്ള അവകാശം ജനാധിപത്യ രാജ്യത്തിൽ നമുക്കുണ്ട്. മോശമാണെങ്കിൽ മോശമാണെന്ന് പറയാം. പക്ഷെ കാണാതെ സിനിമയെ കൊല്ലുന്ന നിലയിലുള്ള പ്രവണത മാറ്റണം. ഒരാളെ വ്യക്തിഹത്യ ചെയ്യുന്ന രീതിയിൽ നിന്നും നിങ്ങൾ മാറണം. ഒരാൾ അഭിനയിക്കുന്ന സീൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല, അദ്ദേഹത്തെ വ്യക്തിഹത്യ ചെയ്യുന്നവരുണ്ടെങ്കിൽ
അവർക്കെതിരെ പോരാട്ടത്തിൽ തന്നെയാണ് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ കൂടെ എൻ്റെ കൂടെ കൈകോർക്കാൻ ഒത്തിരി ആളുകളുമുണ്ട്. ആ പോരാട്ടം തുടരുകയും ചെയ്യും. ഈ സിനിമ സൂപ്പർ ഹിറ്റ് ആകട്ടെ ചേട്ടാ. ഈ സിനിമ ദൈവം അനുഗ്രഹിച്ചാൽ നമുക്ക് 25, 50, 100-ാം ദിവസം ആഘോഷിക്കാനുള്ള ഭാഗ്യവും പ്രേക്ഷകർ തരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. അതെ, നമുക്കും പറയാനുള്ള പ്രേക്ഷകരുടെ അത് തന്നെയാണ്. ഒരു സൂപ്പർ സ്റ്റാർ സിനിമയൊന്നും അല്ല ഇത്. ഇതൊരു ചെറിയ സിനിമയാണ്. ഞങ്ങളുടെ സൂപ്പർ സ്റ്റാർ ലാലുചേട്ടൻ എന്നെ കൊല്ല അല്ല, ഞാൻ ഇതിൻ്റെ അകത്തൊരു നല്ല വേഷം ചെയ്തു എന്നും അങ്ങനെ ചെയ്യാൻ ഒരു അവസരം കിട്ടിയെന്നുണ്ട്. അല്ലാതെ അതിൽ കൂടുതലൊന്നും ഇല്ലെന്നേ. അതിൽ കൂടുതലൊക്കെ സാധനമുണ്ട്. പക്ഷെ അത് എൻ്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞു വന്നപ്പോൾ ഇപ്പൊ ഇർഷാദ് തന്നെ കോംപ്ലിമെന്റ്സിനെ സല്യൂട്ട് ചെയ്തുകൊണ്ടല്ലേ അതിനെ അപ്രിഷിയേറ്റ് ചെയ്ത് ഞാൻ പറയുവാണ്. അന്നേരം ഉണ്ട്, ഇല്ല എങ്കിൽ ഇങ്ങനെ വരില്ലല്ലോ, നിൽക്കുകയല്ല. അന്നേരം ഈ ഉണ്ട് എന്ന് ഈ കേരളത്തിലെ ജനങ്ങളും ഇതുവരെ എന്നെ സഹകരിപ്പിച്ചിട്ടുള്ള എൻ്റെ ഡയറക്ടേഴ്സും എൻ്റെ സിനിമയിലുള്ള എന്നെ സഹകരിപ്പിച്ചിട്ടുള്ള എല്ലാവരും, പിന്നെ ഓരോരുത്തരുടെ പേര് പറഞ്ഞ എല്ലാവരും, അന്നേരം അവർക്ക് എനിക്ക് തന്നിരിക്കുന്ന ഓരോ അവസരങ്ങൾ ഇതുവരെ കുഴപ്പമില്ലാതെ ഗുഡ് എന്ന് പറയിപ്പിച്ച് എനിക്ക് പോകാനൊരു അവസരം അവരൊരുക്കി തന്നു. അന്നേരം ഒരു കാര്യം ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ എന്നെ തന്നെ അനലൈസ് ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലായി, ലാലു അലക്സ് എന്ന് പറയുന്ന ആക്ടറിന്റെ ഒരു 40% ഇതുവരെ പുറത്ത് വന്നിട്ടില്ല. മനസ്സിലായി. ഇനി ബാക്കിയുള്ളത് എടുക്കണമെങ്കിൽ എടുക്കാൻ അതിന് മനസ്സുള്ള, അത് മനസ്സിലാക്കുന്ന, അല്ലെങ്കിൽ അതൊരാവശ്യമാണ്, അല്ലെ അത് അങ്ങനെ കൊണ്ടുവരണം എന്ന് പറയുന്ന കുറെ ഡയറക്ടേഴ്സും കുറെ പ്രൊഡ്യൂസേഴ്സും കുറെ റൈറ്റേഴ്സും വിചാരിക്കണം. അങ്ങനെ വിചാരിച്ച് വരും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാനിപ്പോ 45-48 കഴിഞ്ഞിട്ട് ഇരിക്കണം. പക്ഷേ ഞാനിത് പ്രതീക്ഷിച്ചിരിക്കുവാണെന്ന് പറഞ്ഞാൽ എനിക്ക് മയക്കും വെച്ച് നടക്കാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് ഞാൻ പിറവത്തിരിക്കണം. വരട്ടെ. ഞാൻ പിറവത്തുണ്ട്. നല്ല സ്ക്രിപ്റ്റ് വരുക, നല്ല കഥകൾ കേൾക്കുക, നല്ല ഡയറക്ടർ, നല്ല പ്രൊഡ്യൂസർ വരുക. എനിക്കിപ്പോൾ 48 വയസ്സിൽ നിൽക്കുകയാണ്. ഒരൊന്നും ഞാൻ ഇവിടെ ആവർത്തിച്ചു. ഒരു ഉറപ്പില്ലാത്ത എനിക്ക് ഉറപ്പുണ്ട്. അപ്പൊ നല്ല നല്ല കഥകൾ വരട്ടെ, നല്ല നല്ല സിനിമയിലേക്ക് ഇനിയും ലാലിച്ചാനെ നമുക്ക് കാണാനുള്ള ഭാഗ്യം ഉണ്ടാവണം, മീരാ മേഡത്തിനെ കാണാനുള്ള ഭാഗ്യം ഉണ്ടാവണം, ഇർഷാദിൽ എന്തായാലും കാണാനുള്ള, നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് ഇനിയും ഒത്തിരി സിനിമകൾ ചെയ്യട്ടെ. ഒത്തിരി നന്ദി. ഓക്കെ, താങ്ക് യു.